സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്വാശ്രയ കേരളം എന്നതാണ്. CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രമുഖ പ്രാസംഗികനുമായിട്ടുള്ള ശ്രീ അജിത് കൊളാടിയാണ് വിഷയം അവതരിച്ച് സംസാരിക്കുന്നത്. അതിനായി ശ്രീ അജിത് കൊളാടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനനായ അധ്യക്ഷൻ ശ്രീ ജയചന്ദ്രൻ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ, വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ ശ്രീ MV ബെന്നി, ശ്രീ NM പിയോസൻ, ശ്രീമതി ശാരദാ മോഹൻ, ഇവിടെ കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ഡോക്ടർ V മാധവചന്ദ്രൻ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഇതിനെല്ലാറ്റിനും പുറമെ ശ്രീ അജിത് നാരായണൻ അടക്കമുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് അനുസ്മരിക്കുന്ന ചടങ്ങാണ്. വലിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിലുടനീളം ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള അനിഷേധ്യനായിട്ടുള്ളൊരു സഖാവ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിൽ അജഗജാന്തരമാണ്. മൂല്യങ്ങളും സംസ്കാരത്തിൻ്റെ ഔന്നത്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുന്നിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം, സമൂഹത്തെക്കുറിച്ചുള്ള ബോധം, അവനവൻ ജീവിക്കുന്ന പ്രദേശത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ വളരെ വളരെ സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. മനുഷ്യനെ തന്നെ പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും വിസ്മരിക്കുന്നൊരു കാലം. അസഹിഷ്ണുതയും സ്പർദ്ധയും വൈരാഗ്യവും കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ആഭാസകരമായിട്ടുള്ള വാക്കുകൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിരന്തരം പ്രയോഗിക്കപ്പെടുന്നൊരു കാലം. മാന്യത എന്ന് പറയുന്നത് എവിടെയും കാണാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന സഖാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമകാലികരുടെയും ഒക്കെ ഒരു കാലഘട്ടം വളരെയധികം സ്തുത്യർഹമാണ്. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്കുമെല്ലാം. പരസ്പര ആദരവ്, പരസ്പരമായ സ്നേഹം, അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതകൾ മുഖത്തു നോക്കി സംസ്കാരത്തിൻ്റെ ഔന്നത്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഭാഷയിൽ സംസാരിച്ച്, എന്നാൽ ആ സംസാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹമസൃണമായിട്ടുള്ള സൗഹാർദ്ദം കെട്ടിപ്പടുക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളുടെ കാലഘട്ടമായിരുന്നു അത്. ഇന്നിപ്പോൾ ഒരാളെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ പിന്നെ ആജീവനാന്ത ശത്രുതയാകും. പാർട്ടിക്കകത്താണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനൊരു കാരണം ഒരു പ്രത്യേകമായ മാനവികതാബോധം ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നൊരു ലോകം. പരസ്പരം എല്ലാവരും അപരനെ സൃഷ്ടിക്കുന്നൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരെയും ശത്രുതയോടുകൂടി കാണുക. ഞാൻ എന്നുള്ള ഭാവം അധികരിച്ചു വരുന്നു. ഗർവവും അഹങ്കാരവും എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഗർവവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് ഉദ്യോഗസ്ഥ രംഗത്തായാലും ശരി, ഏത് രംഗത്തായാലും അതൊക്കെ കാണാൻ സാധിക്കും. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കടക്കം ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്തിൽ നമ്മൾ ചിലതൊക്കെ പഠിക്കാനുണ്ട്. ഈ പറയുന്ന സ്വാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന്, സാമൂഹിക നേതാക്കന്മാരിൽ നിന്നല്ല. പക്ഷെ അതൊക്കെ കേരളം വിസ്മരിച്ചു പോകുന്നു. കേരളത്തിൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റുകയില്ല. ലോകത്തിലെല്ലായിടത്തുമുള്ളൊരു പ്രതിഭാസമാണത്. ഈ മാനവികതയില്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറേ യുദ്ധങ്ങൾ നടത്തി, 10,000-കണക്കിന് കുട്ടികളെ കൊല ചെയ്ത്, ലക്ഷക്കണക്കിന് മനുഷ്യരെ അഭയാർത്ഥികളാക്കി, കൂട്ടും ക്രൂരനായ നെത്യാൻയാഹുവിനെ സഹായിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതിൻ്റെയൊക്കെ പേരിലാണ് തനിക്ക് നോബൽ പ്രൈസ് കിട്ടണമേ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം അങ്ങനെ നോബൽ പ്രൈസ് മേടിക്കാൻ ഒതുങ്ങുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി യുദ്ധം നടത്തുക, മനുഷ്യനെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുക.
പക്ഷെ അദ്ദേഹത്തിനും കിട്ടും നോബൽ സമ്മാനം. കാരണം ലോകം ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏകാധിപത്യ ഫാസിസ്റ്റ് ശക്തികളാണ്. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളും ഭരിക്കുന്നത്, ഇന്ത്യ അടക്കം. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്വഭാവം സമൂഹത്തിലും ഏത് സംഘടനകളിലൊക്കെ വളർന്നു വരും. ഈ അപ്രമാദിത്വമുള്ള ഞാൻ എന്നുള്ള ഭാവം, ഞാൻ പറയുന്നത് മാത്രം ശരി, ബാക്കിയുള്ളതൊക്കെ തെറ്റ് എന്നുള്ളതാണ് ഈ ഫാസിസത്തിൻ്റെ ഏറ്റവും രത്നച്ചുരുക്കം. അങ്ങനെയുള്ളൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ഹിറ്റ്ലർ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഹിറ്റ്ലർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാർ 1950-കളിൽ 60-കളിലൊക്കെ ആദ്യത്തെ 57 മന്ത്രിസഭ മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 50-ഉം 60-ഉം 70-കളിലുമൊക്കെ 80-കളുടെ മധ്യം വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വ്യത്യസ്ത പാർട്ടികളിൽ അവർ പരസ്പരം ബഹുമാനിച്ചവരായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിലും അവർ പരസ്പര ആദരവ് പ്രകടിപ്പിച്ചവരായിരുന്നു. പരസ്പര സൗഹാർദ്ദത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവരായിരുന്നു. രാഷ്ട്രീയമായിട്ട് പലതരം അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. നേരിട്ടറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും, പല നേതാക്കന്മാരെയും. PMS ആണെങ്കിലും അച്യുതമേനോനാണെങ്കിലും കരുണാകരനും ആൻ്റണിയുമാണെങ്കിലും, അങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്ന് വിശ്വനാഥ മേനോനടക്കം നായനാരാണെങ്കിലുമൊക്കെ രാഷ്ട്രീയമായിട്ട് അതികഠിനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടെങ്കിലും അവർ പരസ്പരം പുറത്തേക്കിറങ്ങി, നിയമസഭയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഒരു വേദിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം സ്നേഹാദരവ് പ്രകടിപ്പിച്ചവരായിരുന്നു. ഇന്ന് ആ സംസ്കാരം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിന്ന് മാറിപ്പോയി. ഇപ്പോൾ വിശ്വനാഥ മേനോൻ വഹിച്ചിട്ടുള്ള പദവികളൊക്കെ നമ്മളിവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ പദവികൾ അദ്ദേഹം കൈയാളുമ്പോഴും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അജിത്ത് സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് അസുഖം വന്നതൊക്കെ ഒരു പ്രതിജ്ഞാബദ്ധതയുടെ പേരിൽ ഏറ്റെടുത്ത പദവികളോട് നീതി പുലർത്തുക. താൻ അലങ്കരിക്കുന്ന പദവി ജനങ്ങൾ സമ്മാനിച്ചതാണ്. ആ ജനങ്ങളോട് ആത്മാർത്ഥത പുലർത്തണം, ആ ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഏറ്റവും കഠിനമായിട്ടൊരു ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിലുള്ളത് കൊണ്ടാണ് ആ ഉറക്കമില്ലായ്മയും അതിലൂടെ വരുന്ന അസുഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളെല്ലാം. അർപ്പണബോധമാണത് ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരെ വ്യതിരക്തമാക്കിയിട്ടുള്ളത്. ആത്മാർപ്പണമായിരുന്നു അവരുടെ മുഖമുദ്ര. ഇന്ന് പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടു, പണം മാത്രമായി. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ആത്മാവില്ല, പണത്തിനോട് മാത്രം ആഭിമുഖ്യം. അത് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ എല്ലായിടത്തുമുള്ള നേതാക്കന്മാരുടെ ഒരു പ്രവണതയായിട്ടത് മാറി. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേറൊരു മുഖ്യമന്ത്രിയുടെ മകളോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ ദിവസം എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് പോയിരുന്നൊരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പലയിടത്തും യാത്ര ചെയ്തിട്ട് ബസ്സുകളിൽ യാത്ര ചെയ്ത് വരുന്നൊരു മുഖ്യമന്ത്രി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. പല പല മുഖ്യമന്ത്രിമാരും അങ്ങനെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ഇവരെയൊക്കെ പല പ്രാവശ്യവും അടുത്ത് കാണാൻ ഇടപഴകിയിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരെയും ചെറുപ്പം മുതലൊക്കെ അവരൊക്കെ വെച്ചു പുലർത്തിയിരുന്ന ഈ സ്നേഹവും ബഹുമാനവും അത് വളരെ ചൈതന്യവത്തായിട്ടൊരു മാതൃകയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോട് പ്രതിബദ്ധത ഉണ്ടാകുന്നു, സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടാകുന്നതൊക്കെ ഈ പറയുന്ന ഉന്നതമായ സംസ്കാരത്തിൻ്റെ ആ ഒരു പൈതൃകം കൊണ്ടാണ്. വലിയ വീട്ടിൽ ജനിച്ചതുകൊണ്ട് മഹാനാവണമെന്നൊന്നുമില്ല. പലരും പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചുകൊണ്ട് എന്താ കാര്യം? പ്രവൃത്തിയും ചിന്തയും വാക്കുമാണ് മഹത്വത്തിലേക്ക് ഒരാളെ അടുപ്പിക്കുന്നത്. ആ പ്രവൃത്തിയും ചിന്തയും വാക്കുമില്ലാതെ എത്ര വലിയ വീട്ടിൽ ജനിച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ അച്ഛൻ വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനവൻ്റെ പ്രവൃത്തി മോശമാണെങ്കിൽ. 1916 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് മഹാത്മാഗാന്ധി, അന്ന് മഹാത്മാവായിട്ടില്ല, മോഹൻദാസ് ഗാന്ധി ACC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലക്നോയിൽ വെച്ച്. അന്ന് ആ ACC സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ സമാരാധ്യനായ നേതാവ് ബാലഗംഗാധര തിലകനാണ്. തിലകൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരനല്ല മധ്യവയസ്കനായ ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഗാന്ധിക്ക് വയസ്സ് 44. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ശേഷിച്ച 33 കൊല്ലം കൊണ്ടാണ് ഇന്ത്യയിലെ 30 കോടി ജനങ്ങളെ അദ്ദേഹം ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം നടത്തിയത്. വെറും 33 കൊല്ലം കൊണ്ട്. ഇവിടെ ആജീവനാന്തം ഒരു പുരുഷായുസ് മുഴുവൻ 80 വയസ്സ് വരെ ജീവിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 5000 ആൾക്കാരെ അണിനിരത്താൻ ഒരു നേതാവിന് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറേ ചെറുപ്പക്കാർ തിലകരോട് പറഞ്ഞു, അങ്ങ് ബീഹാറിലെ ചമ്പാരനിലേക്ക് വരണം, അവിടെ ഒരു സമരം നടക്കുന്നുണ്ട്.
അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിലകൻ പറഞ്ഞു, ഞാൻ പിന്നീട് വരാം, ഇപ്പോൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർ രാജ്കുമാർ ശുക്ല, മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന തുടങ്ങിയ ബീഹാറിലെയും യു പിയിലെയൊക്കെ ചെറുപ്പക്കാർ ചെന്ന് ഗാന്ധിയെ സമ്മർദ്ദം ചെലുത്തി ഗാന്ധിജിയെ കൊണ്ടുപോവുകയാണ്. ബീഹാറിലെ മുസാഫിർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ഗാന്ധി അവിടെ 2-3 ദിവസം ചെറിയൊരു കുടിലിൽ താമസിച്ചു. അവിടെ നിന്ന് ആനപ്പുറത്താണ് ഈ ചമ്പാരനിലേക്ക് പോകുന്നത്. ആനയാണ് വാഹനം. അവിടെ ചെന്നപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യന്മാർ, കൃഷകാത്തരായിട്ടുള്ള തൊഴിലാളികൾ, നീലം കൃഷിക്കാർ കണ്ണീര് വാടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ചൂഷണത്തിൻ്റെ മൃഗീയമായ ചിത്രമാണ് ഗാന്ധി കാണുന്നത്. ആനപ്പുറത്തിരുന്ന് ഗാന്ധിജിയുടെ നാവിൽ നിന്നൊരു വാചകം പുറപ്പെടുവിക്കുന്നുണ്ട്. അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം അത് എഴുതി. എന്താ പറഞ്ഞത്? ഞാനിതാ ഈശ്വരനെ കാണുന്നു. ആരെ കണ്ടപ്പോൾ? കർഷകരെ കണ്ടപ്പോൾ. കർഷകരെ കണ്ടപ്പോൾ മഹാത്മാവ് പറഞ്ഞ വാചകമാണ്, ഞാനിതാ ഈശ്വരനെ കാണുന്നു. ഇവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ 2-2.5 കൊല്ലം മുമ്പ് 1 കൊല്ലം നീണ്ടുനിന്ന കർഷക സമരത്തിൽ 700 പേര് മരിച്ചിട്ട് ഇന്നേ വരെ ഈ രാജ്യം ഭരിക്കുന്ന ഒരാളൊരക്ഷരം അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമാണ്, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ്. അതേ ഗാന്ധി പിന്നീട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുണ്ട് രാജാവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ, ചർച്ച നടത്താൻ, വട്ടമേശ സമ്മേളനത്തിന്. അവിടെ പോയപ്പോൾ മാഞ്ചസ്റ്റർ തുറമുഖത്തിൽ കപ്പലിറങ്ങിയ സമയത്ത് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരും പ്രഭുകളും ഗാന്ധിജിയെ കാണാൻ അത്ഭുതത്തോടുകൂടി അവിടെ വന്നു നിൽക്കുന്നു. കുറച്ച് കേട്ടറിവുണ്ട് ഗാന്ധിയെക്കുറിച്ച്. അപ്പോഴാണ് കപ്പലിൽ നിന്ന് ഒരു ഷോളം പുതച്ച് ഒരൊറ്റമുണ്ടും ചുറ്റി ഒരു ആട്ടുംകുട്ടിയും പിടിച്ച് മുളവടിയും കയ്യിലേന്തിക്കൊണ്ട് നടന്നു വരുന്നത്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരൻ ചോദിച്ചു, മഹാത്മാവ് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? അങ്ങയോടെ ഇത് ചോദിക്കാൻ പറ്റുന്നുള്ളൂ, കാരണം അങ്ങ് അത്ര ലോകപ്രശസ്തനാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞൊരു സുപ്രസിദ്ധമായ മറുപടിയുണ്ട്. എന്താണ് സത്യം എന്നുള്ളതിന് ഗാന്ധി പറഞ്ഞ മറുപടിയാണ്, ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. അതാണ് സത്യം. സേ വാട്ട് യു തിങ്ക് ആൻഡ് ഡു വാട്ട് യു സേ. അതുകൊണ്ടാണ് ഗാന്ധി മഹാത്മാവായത്. അങ്ങനെയുള്ള കുറേ നിഷ്കാമകർമ്മികളായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ. ചിന്തിക്കുന്നത് പറയും, പറയുന്നത് പ്രവർത്തിക്കും. ഇന്ന് ചിന്തയും വാക്കും പ്രവൃത്തിയും മൂന്ന് വഴിക്കുക. ഭൂരിഭാഗം ആൾക്കാരുടെയും ഒന്നിനെയും സമന്വയിപ്പിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ ലോകത്തിൽ. ചിന്ത വേറൊന്ന്, പ്രവൃത്തി വേറൊന്ന്, വാക്ക് വേറൊന്ന്. പഴയ കാലഘട്ടത്തിലെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് പറഞ്ഞു, പറഞ്ഞത് പ്രവർത്തിച്ചും. പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറില്ല, സഖാവടക്കം. അതാണ് നിലപാട്. ആ നിലപാട് ആരുടെ മുഖത്ത് നോക്കിയിട്ടും പറയും. ആ നിലപാട് അവിതർക്കിതമായിട്ട് ധൈര്യത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടായത് ആശയത്തിനോടുള്ള ദൃഢതയും ആ പ്രതിജ്ഞാബദ്ധതയും ജനങ്ങളോടുള്ള ഏറ്റവും വലിയ കലർപ്പില്ലാത്ത സ്നേഹവും രാഷ്ട്രത്തിനോടുള്ള അനന്തമായിട്ടുള്ള ആത്മാർത്ഥതയുമാണ് അവരെ കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുപ്പിച്ചത്. പല നേതാക്കന്മാരുടെയും കഥ നമുക്ക് വായിച്ചാൽ അറിയാം. അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ അത് പഠിച്ചത് കേരളത്തിൻ്റെ അതിനേക്കാൾ മുൻപേയുള്ള പൂർവ്വസൂരികളിൽ നിന്ന്. ആ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും ഒക്കെ കേരളത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു, ഒരു പാത കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിന് ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക, സമാധാനവും സഹവർത്തിത്വവും സഹിഷ്ണുതയും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ളൊരു സമൂഹമാണ് ഉണ്ടാക്കേണ്ടതെന്ന് അവരാ കാലഘട്ടത്തിലേ പറഞ്ഞു തുടങ്ങി. നവോത്ഥാനത്തിൻ്റെ ചിന്തകളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു തരത്തിലല്ല, മിക്കവാറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ 57 അധികാരത്തിലേറ്റിയത്. ആ ഗുരുദേവന്മാർ കാണിച്ചു കൊടുത്തിട്ടുള്ള വഴികളിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം സഞ്ചരിച്ചത്. സാമ്രാജ്യത്വത്തിനെതിരായ സമരം, ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള സമരം, അങ്ങനെ ഭീകരമായിട്ട് സമരമുറകളിലൂടെ അലയടിച്ചു വന്ന ജനസഹസ്രങ്ങൾ സാമ്രാജ്യത്വത്തിനെയും നാട്ടുഭരണങ്ങളെയും അധികാരത്തിനെയും ചോദ്യം ചെയ്തു. ദുരധികാരത്തിനെ ചോദ്യം ചെയ്തു. ദുരധികാരത്തിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുക. ഭരണാധികാരിയുടെ മുന്നിൽ മുട്ടുമടക്കി നിന്നാൽ ജനാധിപത്യം തകരും. ഇന്ന് ഈ രാജ്യത്ത് ചോദ്യം ചെയ്യാൻ ആളില്ല, ഒരക്ഷരം ഒരാളും മിണ്ടുന്നില്ല. ഇവരൊക്കെ പറഞ്ഞതെന്ന് ചോദ്യം ചെയ്യാനാണ്. അങ്ങനെ ചോദ്യം ചെയ്തിട്ടാണ് കേരളം ഉണ്ടാവുന്നത്. ചോദ്യം ചെയ്യാനാണ് രാഷ്ട്രപിതാവ് പഠിപ്പിച്ചത്. ചോദ്യം ചെയ്യാനാണ് ഗുരുദേവനും വിവേകാനന്ദ സ്വാമികളും ഒക്കെ പഠിപ്പിച്ചത് ഈ രാജ്യത്തോട്. പക്ഷെ ആര് ചോദ്യം ചെയ്യുന്നു ഇവിടെ? അതിനേക്കാളൊക്കെ മുന്നേ തന്നെ ഇന്ത്യയിൽ ആദികാവ്യം രാമായണം എഴുതപ്പെട്ട സമയത്ത്
ആ രാമായണത്തിൽ ആദികവി രാമനെ സ്തുതിച്ച് രാമായണത്തിൽ നിന്ന് ദീർഘഗ്രന്ഥം എല്ലാം പാടി പുകഴ്ത്തി അവസാന രംഗമെത്തുമ്പോഴേക്ക് എന്തായി സ്ഥിതി? താൻ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള രാമനെ അധിക്ഷേപിക്കുന്നു ആദികവി. രാമസദസ്സിലേക്ക് കുട്ടികൾ വരികയാണ്, രാമകഥ പാടുന്നു, ലവനും കുശനും. പാടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മഹാമുനി വസിഷ്ഠൻ നീട്ടുന്നത് ചോദിച്ചു, ഈ കുട്ടികളെ മനസ്സിലായോ രാമൻ മിണ്ടുന്നില്ല. കവി എഴുതിയ ഗ്രന്ഥത്തിൽ രാമൻ ശബ്ദിക്കുന്നില്ല. അങ്ങനെ വസിഷ്ഠൻ പറയുകയാണ്, ഇത് എൻ്റെ മക്കളാണ്, പക്ഷെ അംഗീകരിക്കാൻ മടി. അപ്പോഴാണ് വാത്മീകി സാക്ഷാൽ സീതയുടെ കൈപിടിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നത്. കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ വാത്മീകി പറയുന്നു, നിനക്ക് ഇവളെ മനസ്സിലായോ? ചക്രവർത്തി മിണ്ടുന്നില്ല. അങ്ങനെയാണ് 2-3 പ്രാവശ്യം ചോദിച്ചും മറുപടിയില്ലാത്ത സമയത്തും വാത്മീകി കോപാകുലനായി പറഞ്ഞത്, എന്നിൽ എന്തെങ്കിലും തപശക്തി അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാമ, ഞാനിതാ പറയുന്നു, നിന്നേക്കാൾ പരിശുദ്ധയാണ് സീത, അവളേക്കാൾ പതിവ്രതയായിട്ട് ലോകത്തിലൊന്നുമില്ല. ഇന്നു മുതൽ രാമായണത്തിനേക്കാൾ നല്ലത് സീതായനമാണെന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അങ്ങനെ ആ സീത രാമനെ ചോദ്യം ചെയ്യുക, എന്ത് മര്യാദ പുരുഷോത്തമനാണ് നിങ്ങൾ? ജനങ്ങളുടെ വാക്കുകേട്ട് 2 പ്രാവശ്യം എന്നെ ഉപേക്ഷിച്ചു. എന്ത് പ്രജാക്ഷേമ തൽപരനാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിലും സ്വന്തം പത്നിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ. അപ്പം സീതയെക്കൊണ്ട് അധികാരത്തിനെ ചോദ്യം ചെയ്യിപ്പിച്ചു വാത്മീകി. അത് ഇന്ത്യയുടെ പൈതൃകമാണ്, ദുരധികാരത്തിനെ ചോദ്യം ചെയ്യുക എന്ന്. ഇന്ന് ഇന്ത്യക്കാരത് മറന്നു. അധികാരികളെ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്നു, എല്ലാവർക്കും ഭയമാണ്, പേടിയാണ്, ശബ്ദിക്കുന്നില്ല. ഇന്ത്യയിലെ 141 കോടി ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും നിസ്സംഗരായി നിശബ്ദരായിട്ടിരിക്കുന്നു. ഇപ്പം ഇനി നാളെ 993 ഗ്യാസിന് വില കൂട്ടിയാലും ആരും മിണ്ടില്ല ഇന്ത്യയിൽ. ഇപ്പം കൂട്ടാൻ പോവുകയാണ്, ഒരക്ഷരമാരും ശബ്ദിക്കില്ല. എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യങ്ങൾ, അവനവൻ്റെ ജീവിതം. അപ്പം എല്ലാം കോർപ്പറേറ്റ് ശക്തികൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ സംഹാരതാണ്ഡവമാടുന്നൊരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും? ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു മാർഗം കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട് 57 മുതൽ. ഇവിടെ സൂചിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം, അതിനോടൊപ്പം പിന്നീട് വന്നിട്ടുള്ള സാർവജനീനമായ വിദ്യാഭ്യാസം, ഇതൊക്കെ കേരളത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള മനസ്സിനെ കൂടുതൽ ഉണർത്തിവിട്ടു. മനുഷ്യനെ തലയുയർത്തി പിടിച്ചുകൊണ്ട് ഞാനും മനുഷ്യനാണ് എന്ന് പറയാനുള്ള വലിയൊരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ആ 2 നിയമങ്ങളും ഉണ്ടാക്കി കൊടുത്തു കേരളീയനും. അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടന്നു. 57 മുൻപേയും 57 ശേഷവും നടന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഗുരുഭൂതന്മാർ കാണിച്ചു തന്ന ഉജ്ജ്വലമായിട്ടുള്ള വഴികൾ കേരളത്തിൻ്റെ മനസ്സിലുണ്ട്. മനുഷ്യനെ പോലെ പരിഗണിക്കുക, മാനവികതയെ ചേർത്ത് പിടിക്കുക. മനുഷ്യനേക്കാൾ വലിയൊരു പ്രതിഭാസം ലോകത്തിലില്ല എന്നുള്ളൊരു വിശ്വാസം മലയാളിയുടെ അവബോധത്തിലുണ്ട്. പക്ഷെ ഇപ്പോഴുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ എന്നുള്ള ഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി മലയാളി മാറുന്നു. എല്ലാറ്റിലും അവനവൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്ന് നവലിബറലിസം ലോകം മടക്കി വാടുന്നു. ആ നവലിബറലിസത്തിൻ്റെ പ്രതിസന്ധി ഉണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വലതുപക്ഷ മതഭൂരിപക്ഷത്തിൻ്റെ ഏകീകരണമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇന്ത്യ നിൽക്കുന്നത്, കേരളം നിൽക്കുന്നത്. ഈ വലതുപക്ഷ മത തീവ്രവാദവും നവലിബറലിസത്തിൻ്റെ പ്രതിസന്ധിയും 2 ഭാഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രവുമായിട്ട് ഇപ്പോൾ സന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്ന് വിസ്മരിച്ച് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ജാതികൾ ആയിരങ്ങളായി പിരിഞ്ഞു. മതത്തിൻ്റെ പേരിൽ കലാപം നടക്കുന്നു. ഏറ്റവും വലിയ അസഹിഷ്ണുത രാജ്യം മുഴുവനും പടർന്നു പന്തലിക്കുന്നു. അന്ധവിശ്വാസവും യുക്തിരഹിത ചിന്തകളും വളർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലടക്കം നരബലി നടന്നു. അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാഹം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ വാർഡിലും, ഓരോ പഞ്ചായത്ത് വാർഡിലും 2-3 അമ്പലങ്ങളും പള്ളികളും ഉയർന്നു വരുന്നു. ദൈവം തന്നെ ഏറ്റവും വലിയ സെയിലബിൾ കമ്മോഡിറ്റി ആയിട്ട് മലയാളി ആവിഷ്കരിച്ചു കഴിഞ്ഞു. ദൈവത്തിനെ യഥാർത്ഥ ഭക്തിയിൽ നിന്ന് മലയാളി വ്യതിചലിച്ചു. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രക്രിയ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്തോ മൂലധന ശക്തികൾ ഏറ്റവും വലിയ ശക്തി, സമഗ്രാധിപത്യ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, മതമൗലികവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണകൂടത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത്
മുസോളിനി എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. ഫാസിസം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മതമൗലികവാദികളും മറുഭാഗത്തും മൂലധന ശക്തികളും സമ്മേളിക്കുമ്പോൾ ആ സമ്മേളനത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്ന പ്രക്രിയയാണ് ഫാസിസം എന്ന് മുസോളിനി പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ഭരിച്ചതെന്നാണ് മുസോളിനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച്. രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങൾ ചിന്തിക്കാൻ പാടില്ല. രാജ്യത്തിൻ്റെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, മനുഷ്യ ജീവിതത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ജനം ചിന്തിക്കരുത്. അതിനാണ് മതവിശ്വാസത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഏറ്റവും വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അഗാധമായി കിടക്കുന്ന വിശ്വാസങ്ങളെ മുഴുവൻ വർഗീയതയുടെ വിഷവിലിപ്തമായ ആശയങ്ങളെ കൊണ്ട് നിറച്ച് രാജ്യത്ത് മുഴുവൻ കലാപമുണ്ടാക്കുക, വംശഹത്യ നടക്കുന്നു, ഉന്മൂലനം നടക്കുന്നു, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു, വേഷത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ കേരളവും നിലനിൽക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ ഇതിനു മുൻപേയും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് എത്രയോ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പേയും തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പുകൾ കേവലം ഒരു ഭരണമാറ്റത്തെക്കുറിച്ചല്ല. ഈ തെരഞ്ഞെടുപ്പിനെ ഗഹനമായിട്ട് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. തെരഞ്ഞെടുപ്പുകൾ ഒരു പാർട്ടി വന്നേക്കാം, ഒരു പാർട്ടി പരാജയപ്പെട്ടേക്കാം. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാഷ്ട്രബോധമുള്ള, സാമൂഹിക ബോധമുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടത്? ഒരു ഗഹനമായ പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇപ്പോൾ PSN മാഷും ഇവിടെ ഇരിക്കുന്ന പലരും ഇതിനെക്കുറിച്ച് പല ചർച്ചകളിലും പങ്കെടുത്തതൊക്കെ പറയുന്നുണ്ടാവാം. ക്ഷേമം, സാമൂഹിക നീതി, ബഹുസ്വരത, ഇത് ഏത് ഗവൺമെൻറ്റിനാണ് ഒരു രാജ്യത്ത് നിലനിർത്താൻ പറ്റുക? അതല്ലേ ഗഹനമായ ചിന്തകൾ ഉണ്ടാകേണ്ടത്. ഉപരിപ്ലവമായ ചിന്തകളെ കൊണ്ട് രാഷ്ട്രീയത്തിനെ സമീപിച്ചാൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി അതാ. എല്ലാവർക്കും ഉപരിപ്ലവ ചിന്തകൾ മാത്രം, ഡീപ്പായിട്ടൊരു ചിന്തയും ഉടലെടുക്കുന്നില്ല. ഗാന്ധി രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ച് കുടിവെള്ളം കിട്ടാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്, കുടിലുകളില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്, ഭക്ഷണമില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ആരെന്തു ഇതൊക്കെ ആരെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യയിൽ ഒരാൾ പറയുന്നുണ്ടോ? അപ്പം അദ്ദേഹം എല്ലാ TV ചർച്ചയിലും പങ്കെടുക്കുന്ന ആളാണ് മിക്കവാറും. TV യുടെ ഉടമസ്ഥന്മാർക്ക് ഇങ്ങനത്തെ ചർച്ച വേണ്ട, ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച വേണ്ട. ലോകത്തിൽ ഏറ്റവും അധികം സാമൂഹിക അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം തന്നെ ഏറ്റവും അധികം ശിശുമരണ നിരക്കുകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ ആര് ചർച്ച ചെയ്യുന്നു ഇന്ത്യയിൽ? നമുക്ക് ഓർമ്മയില്ലേ ഓക്സിജൻ കിട്ടാതെ ഉത്തർപ്രദേശിൽ 63 കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചത്? അത് റിപ്പോർട്ട് ചെയ്ത കപിൽ ഖാൻ എന്നുള്ള ഡോക്ടറെ യോഗി ആദിത്യനാഥ് ശിക്ഷയ്ക്ക് വിധേയമാക്കിയതൊക്കെ ഓർമ്മയില്ലേ? അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ കുറിച്ച് ഒരു ചാനലുകൾക്കും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് പൊളിറ്റിക്സിനെ നമ്മൾ ഡീപ്പായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു സ്വാശ്രയ കേരളം അല്ലെങ്കിൽ ഒരു സ്വാശ്രയ പ്രദേശം ഉണ്ടാകണമെങ്കിൽ അനുപേക്ഷണീയമായിട്ട് ആവശ്യം മനുഷ്യൻ്റെ ക്ഷേമം, ആ സമൂഹത്തിൻ്റെ സാമൂഹിക നീതി, ആ സമൂഹത്തിലെ ബഹുസ്വരത, ഇത് മൂന്നുമാണ് ആത്യന്തികമായിട്ട് ആദ്യം ഉറപ്പിച്ച് നിലനിർത്തേണ്ടത്. അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു അടിമത്ത സമൂഹമായിട്ടത് മാറും. ആരുടെ അടിമകളാവും? ഈ മൂലധന ശക്തികളുടെ അടിമകളാവും, ഫാസിസ്റ്റുകളുടെ അടിമകളാവും. ചിന്താ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ബഹുസ്വരതയെക്കുറിച്ച് ചിന്തിക്കാൻ, സാമൂഹിക നീതിയെക്കുറിച്ച് ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറില്ലെങ്കിൽ പിന്നെ രാഷ്ട്രമില്ല. ഇപ്പം ഏതാണ്ട് ആ വശത്തേക്ക് എത്തിക്കഴിഞ്ഞു. പേരിനൊരു രാഷ്ട്രമുണ്ട്, പക്ഷെ അതിനകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്ത് രാഷ്ട്രം? പട്ടിണിപ്പാവങ്ങളാണ് നോയിഡ തൊഴിലാളികൾ. നോയിഡയിലെ ആയിരങ്ങളാണ് പട്ടിണി കിടന്ന സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകുന്നത്. ഗ്യാസില്ല, ഭക്ഷണമില്ല, വാങ്ങാൻ കാശില്ല. മനുഷ്യന്മാരല്ലേ അവർക്ക് വേണ്ടി ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും 1-2 പ്രസ്ഥാനങ്ങൾ അവിടെ പോയി സമരം ചെയ്യുന്നു എന്നല്ലാതെ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ പ്രതികരിക്കുന്നുണ്ടോ? ഇപ്പം കേരളം അവിടെ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ഈ രാജ്യത്തിലെ ക്ഷേമത്തിൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അർത്ഥത്തിലുള്ള ക്ഷേമമൊന്നുമല്ലാതെ അതൊന്നും ഇപ്പം ഇനിയും അതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇന്ത്യയിൽ നിയമങ്ങൾ ഒരുപാടുണ്ട്, കേരളത്തിലുമുണ്ട് നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നീതിബോധം നഷ്ടപ്പെടുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറുന്നു. നിയമം എല്ലാവർക്കുമുണ്ട്, നിയമം വ്യാഖ്യാനിക്കപ്പെടും, കോടതിയുടെ മുന്നിൽ നിയമമുണ്ട്, പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും നീതിബോധമുണ്ടോ ഇന്ത്യൻ ജനതയ്ക്ക്? മലയാളിക്ക് നീതിബോധമുണ്ടോ? ഒരാളെ അവിടെ റോട്ടിൽ അടിച്ചു വീഴ്ത്തുമ്പോൾ മറ്റു മലയാളികൾ സോഷ്യൽ മീഡിയയിൽ അത് പകർത്തിട്ട് ഉന്മാദിക്കുകയാണ്. എന്ത് നീതിബോധമാണത്?
ആത്മരതി അടയുന്നൊരു മനസ്സ്. അതാണ് ഈ നോവൽ യുവാൽ ഹരാരി, പ്രസിദ്ധ ചരിത്രകാരൻ, പറയുന്നത് ദ ഗാഡ്ജറ്റൈസേഷൻ ഓഫ് ദ വേൾഡ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ലോകം തന്നെ ഒരു ഗാഡ്ജറ്റായി. ഈ ഗാഡ്ജറ്റാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. യു ആർ ദ സ്ലേവ് ഓഫ് ദ ഗാഡ്ജറ്റ് എന്നാണ് ഹരാരി വിളിച്ച അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ. ഇന്ന് ഗാഡ്ജറ്റുകളാണ് ലോകം നിയന്ത്രിക്കുന്നത്. മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോൾ അത് ക്യാമറയിൽ ചിത്രീകരിച്ച് അതിന് അദ്ദേഹം പ്രചരണം നടത്തുന്ന വേറൊരു മനുഷ്യൻ. എന്തൊരു ഭീകരമായൊരു മനസ്സിൻ്റെ ഉടമകളായി മനുഷ്യൻ മാറി. സ്വാർത്ഥതയുടെ അങ്ങേയറ്റം. അപ്പോൾ അവന് ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നേരമില്ല, അവന് നീതിബോധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നേരമില്ല. എന്തുകൊണ്ട് ആ മനുഷ്യനെ ആൾക്കൂട്ടം കൊല്ലുന്നു, എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ചാട്ടവാറ് കൊണ്ടടിക്കുന്നു, എന്തുകൊണ്ട് വേറൊരു മനുഷ്യനെ എന്തിനേലും പേരിൽ പോലീസ് മൃഗീയമായി മർദ്ദിക്കുന്നു, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അവനവൻ്റെ താല്പര്യം മാത്രം. അതുകൊണ്ട് ഈ ഭീകരമായ മൂലധന ശക്തികളുടെ ലോകത്തിൽ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആധിപത്യം ചെലുത്തുന്ന ലോകത്തിൽ, ഇന്ത്യയിൽ അതിൻ്റേതായിട്ടുള്ള സ്വാധീനം കേരളത്തിൽ പോലും ഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ, നീതിയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ, ബഹുസ്വരതയെക്കുറിച്ചുള്ള അനന്യമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റിന് കേരളത്തിൽ സാധിക്കുന്നുണ്ട്. എത്രത്തോളം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഈ ബഹുസ്വരത ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന ഏറ്റവും അടിയുറച്ച ബോധം ലെഫ്റ്റ് പാർട്ടീസിനാണുള്ളത്. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. മഹാത്മാഗാന്ധി കാണിച്ചു കൊടുത്ത ബഹുസ്വരത, അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് അത് പറയാൻ അന്നത്തെ ഗാന്ധിജിയുടെ പ്രസ്ഥാനത്തിന് പറ്റുന്നില്ല. അംബേദ്കർ പിന്നെ അന്ന് നിരന്തരം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്? ഏത് തരത്തിലുള്ള സാമൂഹിക ദർശനമാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്? ഇതാണ് ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, പക്ഷെ അങ്ങനെ ചിന്തിച്ചവരൊന്നും വളരെ ചെറിയ ശതമാനമായിരിക്കും. അതൊക്കെ വേറെ കാര്യം. നമ്മളിപ്പോൾ ചിന്തിക്കപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നാളെ ഞാനും സ്ഥാനാർത്ഥിയാണ്, സഹ ഉണ്ണീഷനും സ്ഥാനാർത്ഥിയാണ്. ഇലക്ഷൻ നിർത്തത്തിൽ വന്നു കഴിഞ്ഞാൽ വിശകലനം ചെയ്യുന്നൊരു ആധികാരിക വക്താവാണ് PS മാഷ്. നമുക്കൊക്കെ അറിയാം, ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഭീകരമായൊരു ഭൂരിപക്ഷം മറ്റൊരു പ്രസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഒക്കെ നമ്മൾ പറയാം, കമ്മ്യൂണൽ പോളറൈസേഷൻ. വളരെ എളുപ്പമായി വാക്കൊക്കെ പ്രയോഗിക്കാൻ. പക്ഷെ ഒരു ഉയർന്ന ജനാധിപത്യ ബോധമുള്ളൊരു പ്രദേശത്ത്, ഉയർന്ന സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ള പ്രദേശത്ത് ഒരു പൗരൻ എങ്ങനെ ചിന്തിക്കണം? അങ്ങനെയുള്ളൊരു ഉയർന്ന ചിന്ത, ഏത് തരം സാമൂഹിക ദർശനമാണ് തങ്ങൾക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നൊരു മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ഉപരിപ്ലവമായ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ഔട്ട്ലുക്ക് ഉണ്ടാകുന്നില്ല, സ്വാശ്രയമായൊരു ബോധമുണ്ടാകുന്നില്ല. കുറേ ആൾക്കാർ നേരത്തെ സഖാവ് വിശ്വനാഥ മേനോൻ ചൂണ്ടിക്കാണിച്ച ത്യാഗത്തിൻ്റെയും നിഷ്കാമകർമ്മത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിലും അവരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരുന്നു. എന്നാലും പ്രസ്ഥാനത്തിന് വേണ്ടി, രാഷ്ട്രീയ ആദർശത്തിന് വേണ്ടി സമയം കളഞ്ഞ്, ആരോഗ്യം കളഞ്ഞ്, സ്ഥലം കളഞ്ഞൊക്കെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ആദർശധീരന്മാരുണ്ട്. പക്ഷെ അവർ പോലും ഭൂരിഭാഗം വരുന്ന ജനതയുടെ മുന്നിൽ ഈ ചോദ്യമിടുമ്പോൾ ആ ജനതയ്ക്ക് ഇത് പ്രശ്നമല്ല. ഏത് സാമൂഹിക ദർശനമായാലും എന്താ, ഞങ്ങൾ ഞങ്ങളുടെ മതം പറഞ്ഞത് ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ സമുദായം പറഞ്ഞത് ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ മതാചാര്യൻ ആർക്ക് വോട്ട് ചെയ്യാൻ പറയുന്നു അത് ചെയ്യും. അങ്ങനെ കുറേ സാമുദായിക ആചാര്യന്മാർ കേരളത്തിലെ ഭരണകൂടങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതൊക്കെ കാണുന്ന ഈ ആക്രമണാത്മകമായ നവലിബറൽ സിദ്ധാന്തങ്ങൾ അവർ ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുന്നു. ഇപ്പം ലിബറലിസം തന്നെ ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലോക ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പം മറുഭാഗത്തൊരു സാംസ്കാരിക ഏകീകരണം നടന്നു വരുന്നു. ഏത് ഏകീകരണം? ഏകശിലാരൂപത്തിലുള്ളൊരു സാംസ്കാരിക ഏകീകരണം. വൈവിധ്യം വേണ്ട, ബഹുസ്വരത വേണ്ട, ഒറ്റ വഴിയിലൂടെ ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സ്വതന്ത്രമായൊരു സാമ്പത്തിക കാഴ്ചപ്പാട്, സാമൂഹിക കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന രണ്ട് ശക്തികൾക്കുമെതിരായിട്ടൊരു ബദലുണ്ടാവുക. ആ ബദലിനെയാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ആ ലെഫ്റ്റ് യഥാർത്ഥത്തിൽ ആഴത്തിലുള്ളൊരു ലെഫ്റ്റായിട്ട് പരിണമിക്കണം. അപ്പോഴാണ് ലെഫ്റ്റിന് യഥാർത്ഥ ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുക. ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവസ്പന്ദനമാകണം.
മാനവികതയെ ചേർത്ത് പിടിക്കുന്ന വിശാലമായൊരു കാഴ്ചപ്പാടാണ് അത് മാർക്സ് പറയുന്നുണ്ടത്. മാർക്സിനെ ഏറ്റവും അധികം പഠിച്ച അന്റോണിയോ ഗ്രാംഷി പറയുന്നുണ്ട്. ഇതൊക്കെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ ചൈതന്യവത്തായ ഒരു വാക്കാണ്. അത് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയും മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഒപ്പം നിന്നുകൊണ്ട് അവന് ജീവിതത്തിൽ മുന്നേറാൻ സാഹോദര്യവും സമത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക നയമുണ്ടാക്കലാണ്. അതിന് സമരം വേണം, അസന്നിഗ്ധമായ പോരാട്ടം വേണം, ഈ പറഞ്ഞ ശക്തികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം വേണം. പക്ഷെ അത് സമ്മതിക്കില്ല. ആഗോള വ്യാപകമായിട്ട് വലിയ ഭീമാകാരമായിട്ട് രൂപമണിഞ്ഞിട്ടുള്ള ഈ മൂലധന ശക്തികളുടെ ആ ശക്തികൾ അതിന് സമ്മതിക്കുകയില്ല. അപ്പം അതിനെന്ത് വേണം? അതിനാണ് ഈ പറയുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് ലെഫ്റ്റിൻ്റെ ഉള്ളിൽ. ഇടയ്ക്കിടയ്ക്ക് യാഥാസ്ഥിക ചിന്തകൾ വരുന്നുണ്ട്. ഇപ്പം അന്ധവിശ്വാസത്തിനെതിരായിട്ടൊരു നിയമം പാസ്സാക്കാൻ പറയുമ്പോൾ പാസ്സാക്കിയിട്ടില്ല നമ്മളിതുവരെ. അത് ചില യാഥാസ്ഥിക വിശ്വാസങ്ങളോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. മൂലധന ശക്തികളുടെ ചില നുഴഞ്ഞുകയറ്റം പല മേഖലകളിലും ഉണ്ടാവും. ഇന്ത്യയിലെ തന്നെ മൂലധന ശക്തികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പം അവിടെയൊക്കെ ആ വൈരുദ്ധ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ ചില കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുമ്പോഴും ലെഫ്റ്റ് ക്ഷേമം, പൊതുവിദ്യാഭ്യാസ നയങ്ങൾ, ഇതൊക്കെ അവരവർ കഴിയുന്ന രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ജനോപകാരപ്രദമായ ആരോഗ്യരംഗത്തടക്കം ന്യൂനതകളുണ്ടായേക്കാം. മൂലധന ശക്തികളുടെ രാഷ്ട്രീയം ചിലർക്ക് മാത്രമേ എല്ലാ സൗകര്യങ്ങൾ വേണ്ടൂ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ എണ്ണം കൂടിക്കൂടി വരണം. പാവപ്പെട്ടവനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. പട്ടിണി കിടക്കുന്നവൻ പട്ടിണി കിടന്ന് മരിക്കട്ടെ, സാധാരണക്കാരൻ്റെ ജീവിതയോഗ്യമല്ലാത്തൊരു സമൂഹം വേണം എന്ന് പറയുന്ന അഡാനി അംബാനി പ്രഭൃതികളുടെ ഇന്ത്യയിൽ ആ രാഷ്ട്രീയത്തിനെ എതിർത്തുകൊണ്ടാണ് ഈ പറയുന്ന ചുരുങ്ങിയ രീതിയെങ്കിലും ക്ഷേമ പെൻഷനുകളും ഈ പൊതുജന ആരോഗ്യത്തിലും പൊതുജന വിദ്യാഭ്യാസത്തിലുമൊക്കെ ഒരു നേട്ടം കൈവരിക്കാൻ ലെഫ്റ്റ് പൊളിറ്റിക്സിന് സാധിച്ചിട്ടുള്ളത്. അതൊരു പെൻഷൻ എന്ന് പറയുന്നത് ഒരു 2000 രൂപ കൊടുക്കലല്ല, ഒരു 1000 രൂപ കൊടുക്കലല്ല അതിൻ്റെ ഉള്ളിലുള്ള കാതൽ. അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ഇന്ന് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലടക്കം ട്രംപ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഓസ്ട്രേലിയയിൽ വളരെയധികം ചുരുക്കിക്കഴിഞ്ഞു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അത് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കാത്ത വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണ് ലോകത്തിലെല്ലായിടത്തും പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. ഇന്ത്യയിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കപ്പെടുന്നില്ല. അവിടെയാണ് ലെഫ്റ്റ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടപ്പിലാക്കിയത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. അതൊരു പൊളിറ്റിക്സാണ്. പക്ഷേ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ രാഷ്ട്രീയ അന്തസത്ത ഒരു മാർക്സിയൻ കാഴ്ചപ്പാടിൽ എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റി എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പം അങ്ങനെ അത് പറ്റുമ്പോൾ, ജനങ്ങൾക്ക് ബോധവാന്മാരാകുമ്പോൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്ഷേമത്തിന് അനുസൃതമായി സാമൂഹിക നീതിയോട് ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയം ഉയർന്നു വരും. അപ്പോഴാണ് സ്വാശ്രയ കേരളത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുക. മനുഷ്യൻ സ്വന്തമായിട്ട് ചിന്തിക്കണം, ഞാനും മനുഷ്യനാണ്, ഞാൻ ആരുടെയും കീഴിൽ നിൽക്കേണ്ടവനല്ല. എൻ്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യാൻ ഒരു ഭരണകൂടത്തിനെയും ഞാൻ അനുവദിക്കുകയില്ല. ഭരണകൂടം ഭരിക്കേണ്ടത് ഭരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഭരണകൂടം ഭരിക്കേണ്ടത് ഭരിക്കപ്പെടുന്നവന് വേണ്ടിയിട്ടാകണം. ആ ഭരിക്കപ്പെടുന്നവന് വേണ്ടി ഭരണകൂടം ഭരിക്കുമ്പോഴാണ് ഒരു സ്വാശ്രയ സംസ്ഥാനം ഉയരുക. അപ്പോഴാണ് ജനങ്ങൾ വിലമതിക്കപ്പെടുക. അപ്പോഴാണ് ജനങ്ങൾക്ക് അഭിമാനബോധത്തോടുകൂടി തലയുയർത്തി പിടിച്ചു നിൽക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സെറ്റപ്പ് നമ്മുടെ കേരളത്തിൽ ഇനിയും ഉണ്ടാകാൻ കാലം കുറേ കഴിയേണ്ടി വരും. ഗുരുദേവ ചിന്തകളും നമ്മൾ എത്രയോ മാറി, പല ഗുരുഭൂതന്മാരുടെ ചിന്തകളും നമ്മളോ മാറി. ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റിടത്ത് UDF ഉണ്ടെങ്കിലും, ഈ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നടപ്പിലാക്കുന്നത് ലെഫ്റ്റാണ്. ഇതേ അവസരത്തിൽ നമ്മളൊരു കാര്യം ചോദിക്കണം, ഈ ചർച്ച ചെയ്യണം. UDF ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പറയുന്ന സ്കീംസിനെ, UPA ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ ആയിരുന്നു തോമസ് പിക്കറ്റിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിദ്ധാന്തം. ലോകത്തിൽ ഏറ്റവും ജീവിച്ചിരിക്കുന്ന സാമ്പത്തിക വിശാരദന്മാരിൽ അഗ്രഗണ്യനായ തോമസ് പിക്കറ്റി പറയുന്നു, ഒരു യൂണിവേഴ്സൽ ഇക്കണോമിക് ഇക്വാലിറ്റി ഉണ്ടാകണമെങ്കിൽ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം വേണം. അത് UPA ഗവൺമെൻറ് മൻമോഹൻ സിംഗ് അത് ചേർത്ത് വെച്ചു. ഇന്ന് UDFൻ്റെ കേരളത്തിലെ നേതൃത്വം തെരഞ്ഞെടുപ്പിൻ്റെ മുൻപേ 2-3 ആഴ്ച മുമ്പേ പറഞ്ഞു, ചില നേതാക്കന്മാർ, നിങ്ങൾ പരിശോധിച്ച് ആര് പറഞ്ഞു എന്നൊക്കെ കാണാം,
ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും ക്ഷേമമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അതൊരു ക്ഷേമത്തിനെതിരായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അതൊരു ഡീപ്പ് പൊളിറ്റിക്കൽ അസസ്മെൻ്റാണത്. മാനവരാശിയുടെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരായിട്ടൊരു പൊളിറ്റിക്സാണത്. അങ്ങനെ ഒരു പറയാൻ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ലെങ്കിൽ UPA കാലഘട്ടത്തിലുണ്ടായ മാനിഫെസ്റ്റോയുടെ കാലഘട്ടത്തിലൊക്കെ തോമസ് പിക്കീറ്റി പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് നമ്മുടെ ഉയർ ചേർത്ത് വെച്ചത്. കഴിഞ്ഞ 4 ദശകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 1990 ആഗോളവൽക്കരണം തുടങ്ങിയതിന് ശേഷം ക്ഷേമരാഷ്ട്രം എന്നുള്ള ആശയത്തെ ക്രമാനുഗതമായിട്ട് ഇല്ലാതാക്കി ലോകരാജ്യത്തിലെ ഫാസിസ്റ്റ് സംഘടനകൾ മുഴുവൻ. അപ്പോൾ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കേണ്ട ആവശ്യമില്ല എന്ന് UDFിലെ ചില നേതാക്കന്മാർ പറഞ്ഞു കേരളത്തിൽ എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. അതാണ് ഈ 2 രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. ആ പൊളിറ്റിക്സിനെ കുറിച്ച് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ആ പൊളിറ്റിക്സിൻ്റെ ഗഹനതയെക്കുറിച്ച് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് കേരളത്തിൽ? രാഷ്ട്രീയ വിദ്യാർത്ഥി ചെയ്യേണ്ടത് അതല്ലേ? നമ്മൾ ഗഹനമായി, ഇപ്പോൾ രാമായണം വായിക്കുകയാണെങ്കിൽ രാമായണം ഗഹനമായിട്ട് പഠിക്കണ്ടേ? ബൈബിള് വായിക്കുകയാണെങ്കിൽ ബൈബിള് ഗഹനമായിട്ട് പഠിക്കണ്ടേ? ഗാന്ധിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഗാന്ധിയെ ഗഹനമായി പഠിക്കാതെ എങ്ങനെയാണ് ഗാന്ധിയെ വിമർശിക്കുക? മാർക്സിനെ പഠിക്കാതെ എങ്ങനെയാണ് മാർക്സിനെ വിമർശിക്കുക? ഇന്നിപ്പോൾ അതല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട് എല്ലാവരും വിമർശിക്കുക. ആരും ഗഹനമായിട്ട് പഠിക്കുന്നില്ല. അതാണ് ഈ പറഞ്ഞ പഴയ കാലഘട്ട നേതാക്കന്മാർ. VMS എത്രമാത്രം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അച്യുതമേനോൻ വായിച്ചു, P. ഗോവിന്ദപിള്ള വായിച്ചു, വില്യം ഭാർഗവൻ വായിച്ചു. അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ എടുത്ത് നോക്കൂ. എത്ര ഗഹനമായ പണ്ഡിത ശിരോമണികളായിരുന്നു പലരും. ഈ സഖാവടക്കം വിശ്വനാഥമേനോനടക്കം അവരവരുടെ മേഖലകളിൽ. ദേശീയ പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, പട്ടാഭി സീതാറാമയ്യ, രാജഗോപാലാചാരി വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. അറിയാത്ത വിഷയങ്ങളൊന്നുമില്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരു ഒറ്റ പുസ്തകം മതി ആരാണ് ജവഹർലാൽ എന്ന് തിരിച്ചറിയാൻ. അങ്ങനെ പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതി. ഇന്നോ നമുക്ക് ഈ ക്ഷേമത്തിനോട് താല്പര്യമില്ലാത്തത്, സാമൂഹിക നീതിയോട് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിതരണ രംഗത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയം ഉയർത്തി പറയുന്നത് അക്ഷരവിരോധികളുടെ രാഷ്ട്രമായി ഇന്ത്യ മാറി. ഒറ്റ പുസ്തകം പോലും വായിക്കാത്തവരെ രാജ്യം ഭരിക്കുന്നു മിക്കവാറും പേർ. ലോകത്തിനെ കുറിച്ച് അറിയുന്നില്ല. സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങുക. അവനവൻ്റെ സുഹൃത്തുക്കൾക്കും അവനവൻ്റെ ആശ്രിതന്മാർക്കും വേണ്ടിയിട്ട് രാജ്യത്തിനെ വിറ്റു തുലയ്ക്കുക. ഇപ്പം നിക്കോബാർ കാടുകളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒരു വലിയ ഭീകരമായ മൂലധന കൊള്ള നടക്കുന്നു. അപ്പോൾ തോമസ് പിക്കറ്റിയുടെ ആശയമാണെങ്കിലും ഏത് സൈദ്ധാന്തികൻ്റെ ആശയമാണെങ്കിലും അവർക്ക് സ്വയം പ്രഖ്യാപിക്കേണ്ടി വരുന്നു, ഇതൊന്നും ഞങ്ങളുടെ മുന്നിൽ നടപ്പിലാക്കപ്പെടണമെന്നില്ല. പൊതു ഉൽപ്പന്നങ്ങളോടുള്ള ഉത്തരവാദിത്തം അവർ പ്രകടിപ്പിക്കുന്നില്ല, അവരത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. ലെഫ്റ്റ് പൊളിറ്റിക്സ് പൊതുവിതരണ സമ്പ്രദായത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള പരമാവധി കാര്യങ്ങൾ നടത്തുന്നു. പരാജയപ്പെട്ടിട്ടുണ്ടാകാം ചില ഘട്ടങ്ങളിൽ, പക്ഷേ അതൊരു പൊളിറ്റിക്സാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അത് ക്ഷേമ പദ്ധതിയാണ്, ജനങ്ങളെ ചേർത്ത് പിടിക്കലാണ്. അതിന് കൃഷി വേണം, കൃഷിയും വേണം, വ്യവസായവും വേണം. ഈ കേരളത്തിൽ കാർഷിക രംഗത്ത് എത്രയോ വികസന സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ നമ്മളത് കാര്യമായിട്ടുള്ള ഊന്നലും ശ്രദ്ധയും കൊടുക്കുന്നില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചില കാലഘട്ടങ്ങളിൽ ചെയ്തു വെച്ചു എന്നല്ലാതെ ഇപ്പോഴും പല കാർഷിക വിഭവങ്ങളും വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് മാറിയിട്ട് കാർഷിക രംഗത്തിൻ്റെ ഏറ്റവും 1-ാം നമ്പർ സംസ്ഥാനമായി കേരളത്തിന് മാറിക്കൂടെ? ഇപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ 1-ാമനാണ്. അതൊക്കെ ഇന്ത്യയിലെ നീതി ആയോഗ് തന്നെ പറയുന്നു. ശിശുമരണ നിരക്കിൽ നമ്മളാണ് ഏറ്റവും അധികം ചാമ്പ്യന്മാർ. മരണനിരക്കില്ലാത്ത സംസ്ഥാനമെന്ന് പറയുന്നു. ആരോഗ്യരംഗത്ത് ഏറ്റവും അധികം ദീർഘായുസുള്ളവർ നമ്മളാണ്. ഇതൊക്കെ നമുക്ക് നേട്ടങ്ങളാണെങ്കിലും ഈ പറയുന്ന കാർഷിക മേഖലയിൽ, ചെറിയ ചെറിയ വ്യവസായിക മേഖലയിൽ നമ്മൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. സ്വാശ്രയ ബോധത്തോടുകൂടി കേരളത്തിലെ 1700 കിലോമീറ്റർ വരുന്ന കടൽ തീരങ്ങൾ മുഴുവൻ സമ്പൽ സമൃദ്ധിയുടെ, വിഭവ സമൃദ്ധിയുടെ മേച്ചിൽപ്പുറങ്ങളാണ്. എത്രയോ കോടാനുകോടി ഡോളറിൻ്റെയും അല്ലെങ്കിൽ രൂപയുടെയും കച്ചവട മൂല്യങ്ങളുള്ള മത്സ്യങ്ങളാണ് അറേബ്യൻ കടൽ തീരത്ത് മുഴുവനുള്ളത്. അതിനെ മുഴുവൻ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഴക്കടലിൽ നടക്കുന്ന മത്സ്യബന്ധനം ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശക്തികൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഈ മത്സ്യങ്ങളെയും മറ്റും അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ തകർക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള
പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പോലും ഞാൻ രണ്ട് കോൺട്രഡിക്ഷൻസാണ് പറയുന്നത്. ഒരു ഭാഗത്ത് മൂലധന ശക്തികളുടെ പ്രവൃത്തികൾ, മറുഭാഗത്ത് ആ മൂലധന ശക്തികളുടെ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ ഇടതുപക്ഷം ചെയ്യുന്ന പ്രവൃത്തികളും ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ചെയ്യുന്ന പ്രവൃത്തികളും. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ഇതിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര സമ്പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മളതിനെ പരിശോധിക്കേണ്ട കാര്യം. വേണ്ടത്ര സമ്പൂർണ്ണമായിട്ടില്ല. ആഴത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ധ്രുവീകരണം, ആഴത്തിലുള്ള അസമത്വവും പ്രത്യയശാസ്ത്രമായ ധ്രുവീകരണവും ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അപ്പോൾ ആഴത്തിലുള്ള ഒരു അസമത്വം നിലനിൽക്കുന്ന ഒരു കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പല രംഗത്തും അസമത്വമുണ്ട്. കേരളത്തിലും പ്രത്യയശാസ്ത്രപരമായ ധ്രുവീകരണമുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എങ്ങനെയുള്ളൊരു ഭരണം വേണം? ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന സർക്കാർ വേണം. അപൂർണമാണെങ്കിലും നവലിബറലിസത്തിനെതിരെ, സമഗ്രമായിട്ടുള്ള മൂലധന ശക്തികളുടെ ആധിപത്യത്തിനെതിരായ പോരാട്ടം നടത്തുന്ന ഒരു സർക്കാർ വേണം, ഭരണകൂടം വേണം. അപ്പോൾ ക്ഷേമമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അവനെ സംരക്ഷിക്കണം. നമ്മളിപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ വേലിയേറ്റമാണ് കേരളത്തിൽ എപ്പോഴും ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനം അടിക്കടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാധവ് ഗാഡ്ഗിലൊക്കെ നമ്മളോടത് വളരെ ദീർഘാടിസ്ഥാനത്തിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള പ്രകൃതിയുടെ വികൃതിയുടെ ഫലമായിട്ട് നൂറുകണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശാസ്ത്രീയ ബോധത്തോടുകൂടി പഠിച്ച് അതിനെ തരണം ചെയ്യാനുള്ള പദ്ധതികൾ ഇനിയും കേരളം ഒരുപാട് നടപ്പിലാക്കാനുണ്ട്. ഈ മലമുകളിൽ തിങ്ങിപ്പാർക്കുന്ന മനുഷ്യന്മാർ, മലമുകളിൽ ടൂറിസ്റ്റ് റിസോർട്ടുകൾ എന്ന പേരിൽ പണിയപ്പെടുന്ന ടൂറിസ്റ്റ് റിസോർട്ടുകൾ, ഇതിനെയൊക്കെ എന്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് നിർത്തിക്കൂടാ? മനുഷ്യജീവനല്ലേ വലുത്. ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി വേറെ എത്രയോ പദ്ധതികൾ നടപ്പിലാക്കാമല്ലോ. ഇപ്പോൾ വയനാടിലെ ചൂരൽമലയിലായാലെങ്കിലും അതിൻ്റെ മുൻപേ ഉള്ള ഉരുൾപൊട്ടലിലൊക്കെ എത്ര പേര് മരിച്ചു വീണു. ജീവൻ നഷ്ടപ്പെട്ടാൽ അത് പോയില്ലേ? അപ്പോൾ ശാസ്ത്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സാമൂഹിക സാമ്പത്തിക നയം നടപ്പിലാക്കപ്പെടണം. ശ്രീനാരായണ ഗുരുദേവൻ ശാസ്ത്രീയ അവബോധം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ആത്മോപദേശ ശതകത്തിലടക്കം മനുഷ്യൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാമൂഹികമായ ഒരു അന്തരീക്ഷം വേണം. മനുഷ്യനെ തുല്യരായി കാണുന്ന, മനുഷ്യനെ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ഡിഗ്നിഫൈഡ് സൊസൈറ്റിയെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നുണ്ട്. അതൊരു സയൻറ്റിഫിക് തിങ്കിങ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് സയൻറ്റിഫിക് ടെമ്പർ. ശാസ്ത്രീയ ബോധത്തിനോടുകൂടിയുള്ള സമൂഹത്തിനെ കെട്ടിപ്പടുക്കണം. അപ്പം ശാസ്ത്രാവബോധം കേരളത്തിൽ ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. ശുചിത്വ പരിപാലനത്തിൽ കേരളം വളരെ പിന്നിലാണ്. പൗരബോധവും സാമൂഹിക ബോധവും കേരളത്തിൽ വളരെ പിന്നിലാണ്. മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കാണാം കേരളത്തിൻ്റെ പല വീഥികളിലും. ഇതൊക്കെ മനുഷ്യന് സാമൂഹിക ബോധത്തിൻ്റെ, രാഷ്ട്രബോധത്തിൻ്റെ ഗഹനമായിട്ടുള്ള അറിവില്ലാത്തതിൻ്റെ പരിണിത ഫലമായിട്ട് സ്വാർത്ഥതയും, എൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ മുന്നിൽ മാലിന്യം കിടന്നാൽ എന്താ, എൻ്റെ വീടിൻ്റെ മുന്നിലില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും. എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന മലയാളി തന്നെ ദുബായിൽ പോയിട്ട് വീട്ടിലെ അടുക്കളയിലെ മാലിന്യം റോട്ടിൽ വലിച്ചെറിയോ? വലിച്ചെറിഞ്ഞാൽ എറിഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച അഹങ്കാരം. ഞാൻ മാത്രം മതി, എൻ്റെ സ്വാർത്ഥത, പൗരബോധമില്ല, പൗരനോടൊരു കടപ്പാടുമില്ല. ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിൽ 2 മാസം, 1 മാസമൊക്കെ അദ്ദേഹം വാൽമീകി വിഭാഗത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം, ഈ നോയിഡയുടെ അടുത്തുണ്ട് വാൽമീകികൾ. വാൽമീകി വെച്ചാൽ മനുഷ്യമലം ചുമക്കുന്നവർ. അവരുടെ കുടിലുകളിൽ പോയിട്ട് ഗാന്ധി താമസിക്കും 1 മാസം. എന്നിട്ട് അവരുടെ കക്കൂസൊക്കെ ഗാന്ധി വൃത്തിയാക്കി കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് എന്തെങ്കിലും ഒരു അഹങ്കാരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഗാന്ധി ജയന്തിദിനത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും റോഡ് വൃത്തിയാക്കുന്നത് കാണാം. ഒരു അരമണിക്കൂർ മാത്രം, പിന്നെ വൃത്തിയാക്കില്ല. അല്ലെങ്കിൽ എല്ലാ സംഘടനകളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. നമ്മൾക്കൊരു കപടതയുടെ അങ്ങേയറ്റമായി മാറിയിരിക്കുന്നു. രാഷ്ട്രത്തിനെ സ്നേഹിക്കണ്ടേ, സംസ്ഥാനത്തിനെ സ്നേഹിക്കണ്ടേ, നമ്മുടെ പ്രദേശത്തിനെ സ്നേഹിക്കണ്ടേ? എല്ലാറ്റിനും രാഷ്ട്രീയ തിമരം പിടിച്ചുകൊണ്ട് വർത്തമാനം പറയുക. LDF സർക്കാർ എന്തെങ്കിലും എന്ത് ചെയ്താലും UDFകാർക്ക് ഇഷ്ടമല്ല. UDFകാർ എന്തെങ്കിലും ചെയ്താൽ LDFകാർക്കും ഇഷ്ടമല്ല. നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യം ചെയ്താൽ വിമർശിക്കണം, വേണ്ടാന്ന് ആരും പറയുന്നില്ല. നല്ലതിനെ സ്വീകരിക്കാൻ ആർക്കും എന്താ മനസ്സ് വരാത്തത്? നല്ലതിനെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മേഖലയല്ലേ രാഷ്ട്രീയം?
അംബേദ്കറും ഗാന്ധിയും തമ്മിലാണ് ഏറ്റവും വലിയ വിവാദം സംവാദം നടന്നിട്ടുള്ള ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ. ഗഹനമായ സംവാദമാണ്, ജാതിയെക്കുറിച്ച്, മതത്തിനെക്കുറിച്ചൊക്കെ, ചാതുർവർണ്ണത്തിനെക്കുറിച്ചൊക്കെ ഗംഭീരമായ സംവാദം. പക്ഷെ അവസാനം ഗാന്ധി അംബേദ്കറോട് യോജിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. എന്നിട്ട് അവർ പരസ്പരം ഏറ്റവും ഗൗരവമായ സംവാദം നടത്തുമ്പോൾ സംവാദം കഴിഞ്ഞാൽ പരസ്പരം ബഹുമാനിക്കുന്ന നേതാക്കന്മാരാണ് ഇവർ. ഇന്നിപ്പോൾ അതില്ലല്ലോ. എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാവരും ഈ പണത്തിൻ്റെ പിന്നാലെ, ആഡംബരതയുടെ പിന്നാലെ, ലൗകികതയുടെ പിന്നാലെയുള്ള നെട്ടോട്ടമാണ്. തനിക്കെന്ത് കിട്ടുമെന്ന് ഇവിടെ അജിത്ത് തന്നെ സൂചിപ്പിച്ചു. എന്താണ് അവനവന് ഉദ്ഘാടനം സൂചിപ്പിച്ചു, എന്താണ് അവനവന് കിട്ടുക എന്നുള്ള ആ വിഷയം. അങ്ങനെ വിഷയം കിട്ടുമ്പോൾ ചിന്തിക്കുമ്പോൾ സ്വാശ്രയത്വം ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ജീവിതത്തിനെ സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ കാഴ്ചപ്പാട്. ഇന്ന് പൊതുപ്രവർത്തനം ഇന്ത്യയിലായിരിക്കും പൊളിറ്റിക്കൽ വർക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ കോടികൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന ജോലിയാണ് പൊളിറ്റിക്സ്. ഫുൾ ടൈം പൊളിറ്റീഷ്യന്മാരാണ്. അങ്ങനൊരു വാക്ക് ഇന്ത്യയിലേക്കാണല്ലോ. ഞാനൊരു 10-12 രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഞാൻ പറയാം, പോയി താമസിച്ചിട്ടുണ്ട്. വേറൊരു രാജ്യത്ത് ഈ ഫുൾ ടൈം പൊളിറ്റീഷ്യൻസിനെ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT സ്പെഷ്യലിസ്റ്റും വലിയ കേമന്മാരായതുകൊണ്ടല്ല. അവരുടെ ഇടയിലും അങ്ങേയറ്റത്തെ സ്വാർത്ഥതയും അസഹിഷ്ണുതയും സ്പർദ്ധയുമാണ് അവരുടെ ജോലി മേഖലകളിലൊക്കെ. പക്ഷെ നമ്മൾ 1 രൂപ പോലും കയ്യിൽ നിറക്കാതെ എങ്ങനെയാണ് ലക്ഷങ്ങളെ സമ്പാദിക്കുന്നത്? അത് സമൂഹത്തിനോടുള്ള ആത്മാർത്ഥതയാണോ? സമൂഹത്തിൽ നീതിബോധം ഉണ്ടാകണമെന്നുള്ള ചിന്തയാണോ? നീതിബോധത്തിനെതിരായ പ്രവൃത്തി നേതാവ് തന്നെ കാണിക്കുമ്പോൾ എങ്ങനെ സമൂഹത്തിൽ നീതിബോധം ഉണ്ടാവുക? ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് മാറ്റാൻ പറ്റും? ഇതൊക്കെ മാറ്റണമെന്നാണല്ലോ മഹാത്മാവ് പറഞ്ഞത്. ജനാധിപത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിയുടെ പ്രസിദ്ധമായ കഥകൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു മോള് വന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു, മോളെ നീ ഓട്ടപ്പന്തയം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഒരാൾ ഓടി ചോദിച്ചു. അത് മാത്രമല്ലല്ലോ കണ്ടത്, വേറെ ഒന്നും കൂടിയും കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പരാജയപ്പെടാനുള്ളത് കൊണ്ടല്ലേ മറ്റാൾ ജയിച്ചത്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ജനാധിപത്യം വരിക. മഹാത്മാവിൻ്റെ വചനമാണ്. ഇവിടെ പരാജയപ്പെടുന്നവന് സ്ഥാനമില്ല. പരാജയപ്പെടുന്നവൻ നിഷ്കാസിതനാണ്. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ അവനെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സ്വാശ്രയത്വം എന്നുള്ള ബോധം നമ്മളൊരു സെൽഫ് റിലയബിൾ വ്യക്തിയായിട്ട് മാറണം. നമ്മുടെ മസ്തിഷ്കത്തിനെ, നമ്മുടെ ചിന്തയെ നമ്മൾ ആർക്കും അടിയറ വയ്ക്കണ്ട. പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാം, ദർശനങ്ങളിൽ വിശ്വസിക്കാം, അതൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷെ കാറൽ മാർക്സ് പറഞ്ഞത് മാത്രമാണ് ശരി, മഹാത്മാഗാന്ധി മാത്രമാണെന്ന് ശരി എന്നുള്ള ധാരണയിൽ വേണ്ട. മാർക്സിനെയും പഠിക്കുക, ഗാന്ധിയെയും പഠിക്കുക, എന്നിട്ട് വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുണ്ടാക്കുക. അതൊക്കെയാണ് ഡീപ്പ് പൊളിറ്റിക്കൽ വർക്ക്. അങ്ങനെയൊന്നും ചിന്തിക്കാനെന്ന് ആർക്കാൾക്ക് നേരമില്ല. അപ്പോഴാണ് അമർത്യാസൻ പറയുന്ന ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു വാചകം ഈ സ്വാശ്രയത്വത്തെക്കുറിച്ച്. അമർത്യാസൻ പറയുന്നുണ്ട്, Indians are the most argumentative people in India and in the world. ഒരു ഇന്ത്യക്കാരൻ വേറെ ആളെ കണ്ട അപ്പം തുടങ്ങാൻ തർക്കം. വെറുതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. ട്രെയിനിൽ പോകുമ്പോഴും കാണാം, പ്ലെയിനിൽ പോകുമ്പോഴും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ഒരു കാര്യമില്ലാണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഗഹനമായ വിഷയങ്ങളൊന്നുമല്ല. സോക്രട്ടീസ് നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരുണ്ടാവും ഒപ്പം, പ്ലാറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ. അപ്പോൾ ഗുരുനാഥനോട് ചോദിക്കും, ഗുരുദേവ ഒരു കാര്യം പറയാനുണ്ട് പറയും അരിസ്റ്റോട്ടിൽ. എന്താ പറഞ്ഞോളൂ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സോക്രട്ടീസിൻ്റെ മറുപടിയാണ്, നീ ആരെക്കുറിച്ചാണ് പറയാൻ പുറപ്പെടുന്നത്? അയാൾക്ക് ഉപകരിക്കുമോ നീ പറയാൻ പോകുന്ന കാര്യം? ഇല്ല. പറയുന്ന നിനക്ക് ഉപകരിക്കുമോ ഈ പറയാൻ പോകുന്ന കാര്യം? അതുമില്ല. കേൾക്കുന്ന എനിക്ക് ഉപകരിക്കുമോ ഈ പറയാൻ പോകുന്ന കാര്യം? അതുമില്ല. എന്നാൽ നീ പറയണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ പരദൂഷണം വേണ്ടാന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ അതിനെ വായ തുറക്കുള്ളൂ. ഡീപ്പ് തിങ്കിങ് ഇല്ല. PMS അല്ലെങ്കിൽ അച്യുതമേനൊക്കെ അവരുടെ കാലഘട്ടങ്ങൾ, അവർക്കൊക്കെ ദോഷങ്ങളോ, ഏത് മനുഷ്യനും ദോഷവും ഗുണമൊക്കെ ഉണ്ടില്ല എന്നാരും പറയുന്നില്ല. ഗാന്ധിജി അടക്കം നിരന്തരം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ കാണിച്ചതെന്നൊരു സർഗാത്മകതയുടെ പാതയില്ലേ? ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കണം, സമൂഹത്തിൻ്റെ ചാലകശക്തിയായി, മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറാവുന്ന സ്ഥാപനങ്ങളെ ഉണ്ടാകും. അച്യുതമേനോൻ സ്ഥാപിച്ച എത്രയെത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അതിന്നും ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ചൈതന്യവത്തായ സ്ഥാപനങ്ങളായിട്ട് നിലനിൽക്കുന്നു. എന്തെല്ലാം സ്ഥാപനങ്ങൾ കൂടെ ഈ കേരളത്തിൽ ശാശ്വതമായൊരു ദീർഘവീക്ഷണം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. നായനാർ മന്ത്രിസഭയിൽ പൊതുവിതരണ സമ്പ്രദായം, അങ്ങനെ പലതും നമ്മുടെ മുന്നിലുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം.
അപ്പം നവോത്ഥാന മൂല്യങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുക, മാനവികതയെ ചേർത്ത് പിടിക്കുക. അങ്ങനെ വരുമ്പോൾ ചിന്തകൾ വേണം. ആ ചിന്തകളിലൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റി നിലനിൽക്കുകയുള്ളൂ, ഒരു സെൽഫ് റിലയൻറ്റ് സ്റ്റേറ്റ് നിലനിൽക്കുകയുള്ളൂ. ആ ചിന്തിക്കാനാണ് ഇപ്പോൾ ഇവരൊക്കെ ചിന്തിപ്പിക്കാനാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന പലരും പല വേദികളിലും ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ചെറിയ പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക് താല്പര്യം ഈ വേണ്ടാത്ത ചിന്ത കൂടുതൽ ചേർത്ത് പിടിക്കാനാണ്. ഗുണകരമായ ചിന്ത എവിടെയും ചേർത്ത് നുണ കേൾക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, ഭൂരിഭാഗം. അതൊരു മനുഷ്യ സ്വഭാവമാണ്. സത്യം കേൾക്കാൻ വലിയ താല്പര്യമില്ല. അതാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഫുക്കുയാമ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ എഴുതിയൊരു പുസ്തകം, ദ എൻഡ് ഓഫ് ഹിസ്റ്ററി. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ പിന്നെ എന്ത് ചരിത്രം? ഇനി ലോകത്തിൽ ചരിത്രം ഉണ്ടാവില്ല. കാരണം അത്ര മോശപ്പെട്ട ഒരാളാണ് ഈ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമതും വന്നപ്പോൾ തിരുത്തി എഴുതി ഹിസ്റ്ററി ബിഗിൻസ്. അപ്പം എന്താ കാണിക്കുന്നത്? സത്യാനന്തര ലോകം എന്നുള്ള വാക്ക് ഇപ്പം ഇല്ലാണ്ടേ. സത്യാനന്തരം എന്ന് പറയുന്ന വാക്കില്ല എന്നപ്പോൾ പറയണം. കാരണം അസത്യം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇപ്പോൾ ഹിസ്റ്റോറിയൻസ് പറയുന്നു എല്ലായിടത്തും അസത്യം മാത്രം. ഇപ്പം മനുഷ്യൻ ഈ ദോഷങ്ങളെയാണ് അത് കാണുക. ഇപ്പോഴല്ല, ചിരപുരാതന കാലഘട്ടം മുതൽക്ക്. പാണ്ഡവന്മാർ അവസാനം നടന്നു പോകുന്ന സമയത്ത് ധർമ്മപുത്രർ എല്ലാവരോടും പറയും, ശബ്ദം കേട്ട് ആരും തിരിഞ്ഞു നോക്കണ്ടാട്ടാന്ന്. അവൻ ആദ്യത്തെ ശബ്ദം കേട്ടു, പാഞ്ചാലി വീണു, മരിച്ചു. നകുലൻ വീണു, സഹദേവൻ വീണു, അർജുനൻ വീണു, ഭീമൻ വീണു. അവസാനം ധർമ്മപുത്രരും ഒരു നായയും മാത്രം ബാക്കിയായി. അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. വ്യാസൻ അവസാനിപ്പിക്കുകയാണ് മഹാഭാരതം. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അപ്പം ധർമ്മപുത്രർ പറയും, നായും കൂടി കൊണ്ടുപോകണം, എന്നാലേ ഞാൻ വരുള്ളൂ. അപ്പോൾ 2 ചോദ്യം ചോദിച്ചാലും ഉത്തരം പറഞ്ഞാൽ നിന്നെയും കൊണ്ടുപോകാം, നായും കൊണ്ടുപോകാം. ചോദ്യം, വ്യാസൻ ചോദിച്ച ചോദ്യമാണ് ദൈവദൂതനെ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ക്ലാസിക്കൽ ചോദ്യങ്ങളാണ് വ്യാസൻ. ഇതൊക്കെ വ്യാസൻ ഒരാളാണോ 1000 ആളാണോ എന്നൊക്കെ വേറെ കാര്യം. പക്ഷെ ചോദ്യം അങ്ങനത്തെ എത്രയോ ചോദ്യങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അപ്പോൾ ധർമ്മപുത്രർ അതിന് മറുപടി പറയുകയാണ്. ലോകത്തിൽ എല്ലാ ചരാചരങ്ങളും നശിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ മനുഷ്യൻ്റെ ധാരണ അവൻ മാത്രം മരിക്കുന്നില്ല എന്നാണ്. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം എന്നാണ്. ശരിയല്ലേ? ഇപ്പോഴും നമ്മളൊക്കെ മരണ വീടുകളിലൊക്കെ പോകുന്നവരാണ് പല ദിവസങ്ങളിലും. അവിടെ പോയാൽ എന്താ മൃതദേഹം കണ്ട് നമ്മൾ പുറത്തു വന്നാൽ ആ മുറ്റത്തെ കാഴ്ച എന്താ? അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബന്ധുക്കൾ 1, 2, 3 ആൾക്കാരെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേര് കരയുന്നുണ്ടാവും. ചിലരിപ്പോൾ കരയാറുമില്ല. ഇപ്പോൾ കൊലപാതകം നടന്ന അപ്പോൾ ടി വിക്കാർ ചെല്ലും, എങ്ങനെയാണ് മരിച്ച്? കൊലപാതകം മരിച്ച ആളുടെ ഭാര്യയാണ് ടി വിയോട് വർത്താനം പറയുന്നത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ. ഇതൊക്കെയാണ് ഇന്നത്തെ ലോകം. അപ്പോൾ ആ മരണ വീട്ടിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ചോ ചർച്ച. അവിടെ ആൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അത്ര കപ്പട്ടത്തെക്കൂട്ട മാറ്റമായി. അതല്ല ധർമ്മപുത്രർ പറഞ്ഞതിൻ്റെ അർത്ഥം, മനുഷ്യന് മാത്രം നാളെ നീയാണ്. ശങ്കരക്കുറിപ്പ് എഴുതിയല്ലോ, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളത്. അതാരും ഓർക്കുന്നില്ല. പിന്നെ എന്താ അത്ഭുതം എന്ന് ചോദിച്ചു. ഒന്നുകൂടി ഉണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ധർമ്മപുത്രരെ കൊണ്ട് വ്യാസം പറയിപ്പിച്ചു, മനുഷ്യൻ ദോഷേകൃക്കാണ്. ദോഷം മാത്രമേ കാണുള്ളൂ മനുഷ്യൻ, നല്ല ഗുണം കാണില്ല. അതാണ് ഇപ്പോഴും ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ രംഗത്തായാലും ഏത് രംഗത്തായാലും മറ്റുള്ളവൻ്റെ ദോഷം മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയം, മറ്റുള്ളവൻ്റെ ഈ ചീത്തവശങ്ങൾ മാത്രം കാണുന്ന രാഷ്ട്രീയം. അത് പറഞ്ഞ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ, അമർത്യാസൻ പറഞ്ഞ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യനിലെ ഈ വെറുതെ ഇരുന്ന തർക്കിക്കൽ സ്വഭാവത്തിനെ കുറിച്ചോ, ഇക്കോണമിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചോ, പൊളിറ്റിക്കൽ ഇൻഡിഗ്നിറ്റിയെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല ആരും. ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിലടക്കം. ഈ പ്രകൃതി വിഭവങ്ങളായാലും മത്സ്യസമ്പത്തുകളായാലും അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തല്ലോ. റോഡുകളുടെയൊക്കെ 6 വരിപ്പാതയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. പകുതികളോടും തീർന്നിട്ടില്ല, ഇനിയും തീരാനുണ്ട് ഒരുപാട്. അത് വേറെ കാര്യം. പക്ഷെ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ വികസനത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണത്. എല്ലാറ്റിനെയും വിമർശിക്കുക എന്ന് മാത്രം പറയുമ്പോൾ ധർമ്മപുത്രർ പറയുന്ന ഈ വാചകമാണ് ഓർക്കുന്നത്. ദോഷം മാത്രം കണ്ടാൽ മതി, വേറൊന്നും കാണണ്ട. അപ്പോൾ ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് വരണം. ഈ ഗാഡ്ജറ്റുകൾക്ക് അടിമപ്പെടാതെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന, ഫോൺ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചാൽ അപകടകരമാണ് കാര്യം. വളരെ അപകടകരമാണ് കാര്യം. ഇപ്പം തന്നെ ഈ ഇലക്ഷനിൽ ഇപ്പോൾ സഖാവ് പോയി തോന്നും. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. ഇവരൊക്കെ പല രംഗത്തും എത്രയോ പരിചയസമ്പത്തുള്ളവരാ. പല മണ്ഡലങ്ങളിലും പ്രവർത്തകന്മാർ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലടക്കം ഇടതുപക്ഷത്തിനായാലും വീടുകളിൽ കയറിയിട്ടില്ല. ഒക്കെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്ന പല രംഗത്തും പല മേഖലകളിലും. അപ്പം നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴും കംപ്ലീറ്റ് ഇതായിരിക്കും മാറും.
ആ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നോവൽ യുവാൽ ഹരാരി പറയുന്നത് സ്ലേവ് ഓഫ് ദി ഗാഡ്ജറ്റ്, അല്ലെ അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും വളർന്നു വരുമ്പോൾ അതിനെതിരായി പോരാട്ടം നടത്തി അതിൽ നിന്ന് ജനതയെ മോചിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു സെൽഫ് റിലയൻ അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുന്നൊരു സമൂഹത്തിനെ ഉണ്ടാക്കുക? ജാതി പറഞ്ഞ് കുട്ടി മരിച്ചു ഇവിടെ, നിതിൻ രാജ്. അതിനു മുമ്പ് സിദ്ധാർത്ഥൻ മരിച്ചു പല കോളേജുകളിലും. എങ്ങനെയാണ് പിന്നെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുക? മനുഷ്യൻ ആത്മാഭിമാന ബോധത്തോടുകൂടി നിൽക്കണ്ടേ, ഞാനും മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട്. ചാതുർവർണ്ണത്തിൻ്റെ അപ്രമാദിത്വം കേരളത്തിലടക്കം നിലനിൽക്കുന്നില്ലേ പല രംഗങ്ങളിലും? ഇതിനെ മാറ്റിമറിക്കണ്ടേ? മൂലധന ശക്തികളുടെ സംഹാരതാണ്ഡവം നടക്കുന്നില്ലേ പലയിടങ്ങളും? വലിയ വലിയ കോടീശ്വരന്മാർ വരുന്നു. കോടീശ്വരച്ച ആ വാക്കൊക്കെ കാലഹരണപ്പെട്ട ശതശത കോടീശ്വരന്മാർ. അവർ വരുമ്പോൾ ബഹുമാന പുരസ്സരം നീട്ടു നിൽക്കുക. പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി വരുമ്പോൾ അയാളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പം മിനിഞ്ഞാന്ന് കണ്ടില്ലേ, 19,200 രൂപ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി തൻ്റെ മരണപ്പെട്ട സഹോദരിയുടെ ശവക്കുഴി തോണ്ടിക്കൊണ്ട് ആ എല്ലും തോളിലിട്ടിട്ടുകൊണ്ട് നടന്നത് ബാങ്കിലേക്ക്. അതാണ് ഇന്ത്യ. വേർ ഈസ് ദ ഡിഗ്നിറ്റി ഓഫ് മാൻ? അപ്പം അത് അങ്ങനെയൊക്കെ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കേരളം പോകാത്തതിൻ്റെ കാരണം ഈ ലെഫ്റ്റ് പൊളിറ്റിക്സും ഈ പറയുന്ന സാഹോദര്യത്തിൻ്റെ പൊളിറ്റിക്സും സഹിഷ്ണുതയുടെ പഴയകാല വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ ഒരു വിശാല കാഴ്ചപ്പാടുകളുമൊക്കെയാണ് നമ്മളതിലൂടെ നടത്തിയത്, നവോത്ഥാന നായകന്മാരുടെയൊക്കെ അടക്കം. അസമത്വം ഭീകരമായിട്ട് കേരളത്തിലും വർദ്ധിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് 5000 കോടി രൂപ ചെലവുടക്കിക്കൊണ്ട് മകൻ്റെ കല്യാണം നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ അംബാനി 2-3 കൊല്ലം മുമ്പേ. മാർക്ക് സുക്കൻബർഗ് അടക്കം അവിടെ പങ്കെടുത്തു. മാർക്ക് സുക്കൻബർഗ് വന്നു, ബിൽഗേറ്റ്സ് വന്നു, ലോക സ്പോർട്സ് താരങ്ങൾ, ഇന്ത്യൻ ഫിലിം സ്റ്റാർസ് എല്ലാവരും വന്നു അവിടെ. 70 കോടി ജനങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ളവരാണ് ഇന്ത്യയിൽ, സുക്കൻബർഗിൻ്റെ കണക്ക് പ്രകാരം. ഈ 70 കോടി ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ജനതയും ആ 3 ദിവസം ആനന്ദ് അംബാനിയുടെ കല്യാണം ഇതിലൂടെ കണ്ടു. ആനന്ദ നിർവൃതി അടഞ്ഞു. മറുവശത്തോ കർണാടക മുതൽ അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78-79 വർഷം കഴിഞ്ഞിട്ടും ദിവസക്കൂലി 300-ഉം 250-ഉം 350-ഉം കിട്ടുന്ന 10-30 കോടി ജനതയുണ്ട് ഇന്ത്യയിൽ ഇന്നും എന്ന് ആരും ഓർക്കുന്നില്ല. ഹൂ ഈസ് ബോതേർഡ്? അതാണ് അമർത്യ സെൻ പറഞ്ഞത് ആ പുസ്തകത്തിൽ. വാട്ട് ഈസ് ഡെമോക്രസി? വാട്ട് ഈസ് ഇൻ ഫ്രീഡം? ഇതിനെയാണോ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്? ഇതിനെയാണോ നിങ്ങൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്? ആ മനുഷ്യൻ ചോദിച്ച ചോദ്യമാണത്. എപ്പോൾ 5-6 കൊല്ലം മുമ്പ് മോഡിയോടും മൻമോഹൻ സിംഗിനോടും ചോദിച്ച ചോദ്യം. ഇതൊരു മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അവർ രണ്ടാളും. മൻമോഹൻ സിംഗ് പിന്നെ ഇവിടെ പറഞ്ഞു ലോകത്തോട്. അപ്പം ഇതൊക്കെ ഈ ചോദ്യങ്ങളായിട്ട് അവശേഷിപ്പിക്കുക. അപ്പം ചിന്തകൾ ഉണ്ടാവണം. ഈ ചിന്തകളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ഇന്നത്തെ മാധ്യമം. നുണകൾ പെരുപ്പിച്ച് കാണിക്കുക. TV ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാതിരിക്കുക. പത്രങ്ങളിൽ തന്നെ അബദ്ധജടിലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. ഹെഡിങ്സ് തന്നെ അബദ്ധങ്ങളായിട്ട് മാറുക. പഴയ പത്രധർമ്മം, കേസരി ബാലകൃഷ്ണപ്പള്ളിയുടെ എം സുകുമാരൻ്റെയൊക്കെ പത്രധർമ്മം, അല്ലെങ്കിൽ PK ബാലകൃഷ്ണൻ്റെ പത്രധർമ്മം, KP കേശവനുവിൻ്റെ പത്രധർമ്മം, അതൊക്കെ മാറി ഇന്ന് ലോകത്തിൽ റോബർട്ട് മുഡ്രോക്കിൻ്റെയും അങ്ങനത്തെയുള്ള വൻകിട മൂലധന ശക്തികളുടെ അഭിരുചിക്കനുസരിച്ച് പത്രധർമ്മം അനുഷ്ഠിക്കുന്ന വലിയൊരു വിഭാഗമാണ്. അവർക്കൊക്കെ എതിരായിട്ടാണ് ഇപ്പോൾ TV-യിലൊക്കെ മാഷൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ഈ നുണകളിൽ വിശ്വസിക്കുക, നുണകളിൽ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക. ഹിറ്റ്ലറുടെ ഒരു തന്ത്രമാണ്. ഗീബൽസിനെ കൊണ്ട് നുണ പറയിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചു. 1.25 കോടി ജനങ്ങളെ കൊന്നൊടുക്കി. പുസ്തകങ്ങൾ എഴുതാൻ പാടില്ല എന്ന് ഹിറ്റ്ലർ പറഞ്ഞു. 1933 മെയ് മാസം 3-ാം തീയതി ജർമ്മനിയിലെ ബെർലിൻ പട്ടണത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ ഓപ്പൺ പ്ലാറ്റിസ് ലൈബ്രറിയിലെ 9 ലക്ഷം പുസ്തകങ്ങളാണ് ഗീബൽസ് പുറത്തേക്കിട്ട് നട്ടുച്ചയ്ക്ക് കത്തിച്ച് അഗ്നിക്കിരയാക്കിയത്. എന്നിട്ട് പ്രസംഗിക്കുക അവിടെ ഇരുന്നിട്ട്, ജർമ്മനിയുടെ ജൂതബുദ്ധിയെ ഞാൻ നശിപ്പിച്ചു. പക്ഷെ അത് തെറ്റിപ്പോയി. ഗീബൽസിന് വീണ്ടും പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. പക്ഷെ ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ പത്രങ്ങളിൽ പറഞ്ഞ കാര്യം, സോഷ്യൽ മീഡിയയിൽ മാത്രം പറയുന്ന കാര്യം വിശ്വസിക്കുമ്പോൾ ഈ പറയുന്ന ഞങ്ങൾ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കും? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് 1000-കണക്കിന് കുട്ടികൾ പോകുന്നു. ഇവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയെ പുഷ്ടിപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ച് പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധി കേരളത്തിലില്ലേ? ഉണ്ട്. പക്ഷെ അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്നില്ല. ആ വിദ്യാഭ്യാസം വലിയൊരു ഘടകമാണ്. ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ വലിയൊരു ഘടകമാണ് നോളജ് ഇക്കോണമി.
ആ നോളജ് ഇക്കോണമിയിൽ വിജ്ഞാന ശേഖരണത്തിൻ്റെ ഏറ്റവും വലിയൊരു വാതായനങ്ങൾ തുറക്കപ്പെടണം. പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാനം ശേഖരിക്കുക, വിജ്ഞാനം നേടുക, ആ വിജ്ഞാനത്തിലൂടെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അറിയുക, നമ്മുടെ സാമ്പത്തിക ഘടന, നമ്മുടെ സാമൂഹിക മേഖലയിലുള്ള ഡിസ്പാരിറ്റീസ്, ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവജനത വളർന്നു വരുമ്പോൾ അവർക്ക് രാജ്യത്തോടും അവർക്ക് ഈ സമൂഹത്തിനോടുമുള്ളൊരു പ്രതിജ്ഞാബദ്ധത നിലനിൽക്കാൻ പറ്റും. എളുപ്പപ്പണിയല്ല, ഭഗീരഥ പ്രയത്നമാണത്. ഇപ്പം എത്രയോ വിദേശ രാജ്യങ്ങളിൽ ചെന്നുകൊണ്ട് ചെറുപ്പക്കാർ സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട്, എത്രയോ നമുക്കറിയാം, വളരെ തുച്ഛ ശമ്പളത്തിന്. പക്ഷെ എന്നാലും പുറത്തേക്ക് പോകുക എന്ന എല്ലാവരുടെയും ഒരു അഭിവാഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം എന്നുള്ള മനോഹരമായ ഭൂമിയിൽ പ്രകൃതി അനുഗ്രഹിച്ച സഹ്യപർവ്വതങ്ങളും ഒരു ഭാഗത്ത് അറബിക്കടലും വലിയ നദികളും പുഴകളുമൊക്കെ ഉള്ള ഈ മനോഹരമായ ഭൂപ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകളും കാർഷിക മേഖലയും ചെറുകിട വ്യാവസായിക മേഖലയും ഒക്കെ പുഷ്ടിപ്പെടുത്തിയ കശുവണ്ടി തൊഴിലാളികളുടെയൊക്കെ അതൊക്കെ എന്തൊരു സമഗ്രമായൊരു മേഖലയായിരുന്നു. അതൊക്കെ കരിമണൽ രംഗത്തെ ഏറ്റവും ഉജ്ജ്വലമായ അഴിമതിയൊന്നുമില്ലാത്തൊരു മേഖലയാക്കി, ബ്ലാക്ക് ഗോൾഡ്, അതാണ് ഈ കരിമണൽ. അതിനെയൊക്കെ ഏറ്റവും വലിയ വികസിത മേഖലയാക്കി വളർത്തിയെടുത്താൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം എത്രമാത്രം മുന്നോട്ട് നീങ്ങും? ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക നേതൃത്വം ഇനിയും വരേണ്ടിയിരിക്കുന്നു. വന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ പല പേരുകളും സൂചിപ്പിച്ചു. അപ്പോൾ നിശ്ചയദാർഢ്യം വേണം ലീഡർഷിപ്പിന്, ഒരു ശുഭാപ്തി വിശ്വാസം വേണം ലീഡർഷിപ്പിന്, ആശയദൃഢത വേണം ലീഡർഷിപ്പിന്. ഏത് ലീഡർഷിപ്പാണെങ്കിലും അങ്ങനെ ജനങ്ങളെ മുന്നോട്ട് നടത്താൻ ഒരു ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പായിട്ട് വരുമ്പോൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ജനങ്ങളുടെ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമെന്ന മാർക്സിൻ്റെ കൊട്ടേഷൻ, മാൻ ഈസ് ദ എൻസെമ്പിൾ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് മാർക്സ് പറഞ്ഞത്. ആ മനുഷ്യൻ എന്നുള്ള വലിയ പ്രതിഭാസത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സ്വാശ്രയ കേരളം ഉണ്ടാകും. അതിന് സാമൂഹ്യ മതാചാര്യന്മാരോടുള്ള അമിതമായ വിധേയത്വം, സാമുദായിക നേതാക്കന്മാരോടുള്ള അമിതമായ വിദ്വേയത്വം, ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും നീതിബോധത്തിനും അവരുടെ പൊതു ഉൽപ്പന്നങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള മാർക്സിയൻ കാഴ്ചപ്പാട് അതിലൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ എളുപ്പപ്പണിയല്ല. വലിയ ശത്രുക്കളുണ്ടാവും, ചുറ്റുഭാഗത്തുനിന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളുണ്ടാകും. ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിന് അചഞ്ചലമായി മനുഷ്യ സമൂഹത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ വൈതരണികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, കേരളത്തിൻ്റെ പൈതൃകം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി രാഷ്ട്രീയത്തിനെ നൈമിഷികമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണാതെ, സാമൂഹിക പ്രവർത്തനത്തിന് ചെറിയ ചെറിയ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി കാണാതെ, ദീർഘദിശയോടുള്ള ചിന്താഗതി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഫാർ സൈറ്റഡ്നെസ്സോടുകൂടി പ്രവർത്തിക്കുന്ന മനുഷ്യ സമൂഹം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞവരാണ് ഈ പൂർവ്വസൂരികൾ. വെറുതെ അല്ല ഈ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിൻ്റെ സമകാലികരൊക്കെ അടികൊണ്ടത്, ജയിലിൽ കിടന്നത്, ചോര അദ്ദേഹത്തിന് പൊടിഞ്ഞത്, അവരുടെ നഖം പിഴുതെടുത്തത്, അവരുടെ മൂക്കിലെ രോമം പിഴുതെടുത്തത്, എന്തെല്ലാം ഭീകരമായ ആക്രമണങ്ങൾ സഹിച്ചു. മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നില്ലേ? ഇതിനിറങ്ങി പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവരെന്തിനാ ചെയ്തത്? ഭാവി തലമുറയ്ക്ക് മനുഷ്യന് തലയുയർത്തി പിടിച്ചുകൊണ്ട് ഞാനും മനുഷ്യനാണ്, സ്വതന്ത്രനായ മനുഷ്യനാണെന്ന് വരുന്ന തലമുറയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിഷ്കാമകർമ്മികളെല്ലാം ഉജ്ജ്വലമായ ജീവിത പോരാട്ടം നടത്തിയത്. അവരെ വിസ്മരിക്കരുത്. അവരെ വിസ്മരിച്ചാൽ ചരിത്രത്തിനെ നിഷേധിക്കലായിരിക്കും. ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കണം. മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരത്തിനെയാണ് ഫാസിസത്തിനെതിരായ സമരമെന്ന് സുപ്രസിദ്ധ സാഹിത്യകാരൻ മെലൻ കുണ്ടേര പറഞ്ഞിട്ടുണ്ട്. മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരമുണ്ടായിരിക്കുക. സഖാവിനെ സ്മരിക്കുന്നത് ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഈ പൂർവ്വസൂരികളുടെ പ്രവർത്തനത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ മനുഷ്യന് ഏറ്റവും വലിയ സർഗാത്മകതയുടെ സൃഷ്ടിപരതയുടെ പ്രതീകങ്ങളായി മാറാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന സ്വാശ്രയബോധം നമ്മളിലേക്ക് വരും. അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.